3000 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രം, അതും നിലം തൊടാതെ നിൽക്കുന്നൊരു പാറയുടെ ചുവട്ടിലാണ് ഒരു ക്ഷേത്രം ഉള്ളത്. നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാം, അതാണ് ഒരു ക്ഷേത്രം. പണ്ട് ജൈന മതവിശ്വാസികളുടെ ക്ഷേത്രമായിരുന്നു, പിന്നീട് അതൊരു ഹിന്ദു ക്ഷേത്രമായിട്ട് മാറി. കല്ലിൽ ഭഗവതി ക്ഷേത്രം എന്നൊരു ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 6:10 6:10. നമ്മൾ 5:30 ഇറങ്ങണം എന്ന് വിചാരിച്ചല്ലേ അമ്മ? അരമണിക്കൂർ ലേറ്റാണ്. സാരില്ല, എന്നാലും റെഡി അല്ലേ? പോവല്ലേ? എക്സൈറ്റഡ് ആണോ? ഓക്കെ, അപ്പോൾ അതാണ് വ്ളോഗ് എടുക്കുന്ന ഞാൻ. പോവല്ലേ? പോവാച്ചാ? ഇപ്പോൾ ഇവിടെ കാക്കനാട് നിന്ന് 33 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമ്മുടെ പെരുമ്പാവൂർ റൂട്ട് കയറിയിട്ട് വേണം പോകാൻ. 55 മിനിറ്റാണ് പറയുന്നത്. എത്ര സമയം കൊണ്ട് ഓടിയെത്തി നോക്കാം. അപ്പം ഇതൊരു ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പോരാത്തന്നെ ആ ഒരു സൺറൈസ് സമയമാണ്. അപ്പോൾ ദൂരെ ഇങ്ങനെ നമുക്ക് ആ ഒരു ആകാശം ഓറഞ്ച് കളറിൽ കാണാം. എന്ത് രസം അറിയോ? ഇപ്പം നോക്കി, നമ്മളിത് ഒരു പാടത്തിൻ്റെ പക്കത്തെത്തി. അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടി, എന്ത് രസമാണെന്ന് നോക്കി. അപ്പോൾ അതൊരു 7:15 ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആവശ്യത്തിന് അധികം സ്ഥലമുണ്ട് കേട്ടോ. ഈ ഒരു കോമ്പൗണ്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ അവിടെ കണ്ടില്ല, അവിടെ കാറോ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാം. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. അതുപോലെ അത്യാവശ്യത്തിന് ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ആ കാണുന്നത് ബാത്റൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യമുണ്ട് ഇവിടെ. അപ്പം നമ്മളങ്ങനെ ആ ഒരു അമ്പലം ലക്ഷ്യമാക്കി നടക്കണം കേട്ടോ. ആ ഒരു പാർക്കിംഗ് സ്പേസ് ഒന്ന് ഇത് ചുറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വനാന്തരീക്ഷം തന്നെയാണ്. ഇവിടെ നമുക്ക് കേരള വനം വകുപ്പിൻ്റെ ഒരു ബോർഡൊക്കെ കാണാം. കല്ലിൽ ഭഗവതി ക്ഷേത്രം കോമ്പൗണ്ടാണ്. ഏതാണ്ട് ഒരു 12 ഏക്കറോളം ഈ ഒരു ക്ഷേത്രത്തിൻ്റേതായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭൂമി. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റെപ്പുകൾ കാണാം. ഏതാണ്ട് 120ഓളം സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ ആ ഒരു അമ്പലത്തിലേക്ക് പോകാൻ. പെരുമ്പാവൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ മാറി, അല്ലെങ്കിൽ മൂവാറ്റുപുഴയിൽ നിന്നാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മേദല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. നിലം തൊടാതെ നിൽക്കുന്ന ഒരു പാറ ഉണ്ട്, ഒരു വലിയ പാറ. ആ പാറയുടെ താഴെയായിട്ടാണ് ഈ ഒരു പ്രതിഷ്ഠ ഉള്ളത്, ഈ ഒരു ക്ഷേത്രം ഉള്ളത്, ഒരു ഗുഹ പോലുള്ള ഭാഗത്ത്. ഇനി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഞാൻ കുറച്ച് പറയാം. ഏതാണ്ട് 3000ഓളം വർഷം പഴക്കമാണ് ഈ ഒരു ക്ഷേത്രത്തിന് കണക്കാക്കപ്പെടുന്നത്. BC 300-ാം ആണ്ടിൽ നിർമ്മിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ജൈനമത വിശ്വാസികൾ ആരാധനയ്ക്കും മറ്റുമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നൊരു സ്ഥലമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതിനുശേഷം 9-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം ജൈന മതവിശ്വാസത്തിൽ നിന്ന് ഹിന്ദു മതവിശ്വാസത്തിലേക്ക് മാറിയെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അതേ ആ ഭാഗത്തുണ്ടോ, ആ പാറ നിലത്ത് മുട്ടുന്നില്ല. എങ്ങനെ എൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ ഒരു ഒറ്റ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ സപ്പോർട്ടിലാണ് ഇരിക്കുന്നത് തോന്നും. എന്താ അല്ലേ, നോക്കി, ഇത്രയും ഒരു കൂറ്റൻ പാറ, അങ്ങനത്തെ ഒരു പാറയാണ് ഇങ്ങനെ ഇരിക്കണത്. അമ്മ അതിൻ്റെ ഇടയിൽ വിടവ് കണ്ടോ? എന്താ അല്ലേ, ഈ ഭാഗവും ആ ഒരു ഭാഗവും മാത്രമേ ചെറുതായിട്ട് മുട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇടയിൽ വിടവുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തന്മാരൊക്കെ തന്നെ വഴിപാടായിട്ട് കല്ലിൻ്റെ മുകളിൽ കല്ല് കയറ്റി വെച്ച് കാണാം. വീട് പണി വേഗം തീരാനും തടസ്സങ്ങളൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണത്. ഇവിടെ ഫുള്ള് നമുക്ക് അത്തരത്തിൽ ഇങ്ങനെ കല്ലുകൾ വെച്ചേക്കുന്ന കാണാം. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും കേട്ടോ, പാറ എവിടെയും താഴെ മുട്ടുന്നില്ല. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്താ അല്ലേ, അടിപൊളി. അന്നത്തെ കാലത്ത് ഇവിടെ ആരാധിച്ചിരുന്നത് 3 പേരാണ്. പത്മാവതി ദേവി, പാർശ്വനാഥൻ, മഹാവീരൻ, ജൈനമത വിശ്വാസ പ്രകാരം. പിന്നീട് ഒരു ഹിന്ദു മതത്തിൻ്റെ ആ ഒരു ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മാറിയ സമയത്ത് ഇതിൽ ഈ പത്മാവതി ദേവി ഭഗവതി ദേവിയായിട്ട് മാറി. പാർശ്വനാഥൻ പിന്നീട് മഹാവിഷ്ണുവായിട്ടും മഹാവീരൻ ബ്രഹ്മാവുമായിട്ട് മാറി. അങ്ങനെയാണ് സങ്കല്പം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഭഗവതി ദേവിയുടെ പ്രതിഷ്ഠ കാണാം. പക്ഷേ ഭഗവതി ദേവിയുടെ പ്രതിഷ്ഠ മറ്റേ ആ ഒരു ശ്രീകോവിലിൻ്റെ വാതിലിന് കുറച്ച് സൈഡിലേക്ക് മാറിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും പരിസരവാസികളൊക്കെ വിശ്വസിക്കുന്നത് കാലം പോകുന്നവരും ഈ ഒരു ഭഗവതിയുടെ പ്രതിഷ്ഠ സൈഡിലേക്ക് നീങ്ങി പോകുന്നുണ്ടെന്നാണ്. അത്തരത്തിലൊരു വിശ്വാസമുണ്ട്. പിന്നെ ഈ ഒരു ഭഗവതിയുടെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് ശിവൻ്റെ ഒരു പ്രതിഷ്ഠ കാണാം. ഭഗവതിയുടെ പിന്നിൽ മറഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ശിവൻ്റെ പ്രതിഷ്ഠ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മഹാവിഷ്ണു
ഇവിടെ ഒരു ഉപാസനാമൂർത്തിയായിട്ടുണ്ട്. അതായത് ജൈനമത വിശ്വാസകാലത്തെ പാർശ്വനാഥൻ എന്നൊരു സങ്കല്പത്തിനെ മഹാവിഷ്ണുവായിട്ട് മാറ്റിയിരുന്നു. ഈ ഒരു മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും ഇതേ ശ്രീകോവിലിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവതി ദേവി കിഴക്കോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ആ ഒരു മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഉള്ളത്. അതുമാത്രമല്ല അതിൻ്റെ ഇടയിലായിട്ടൊരു പീഠത്തിലായിട്ടൊരു ശ്രീചക്രവും ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ശ്രീകോവിലിൻ്റെ സൈഡിലായിട്ട് മറ്റൊരു ചെറിയൊരു ശ്രീകോവിൽ പോലെ ഉണ്ട്. അവിടെ ശാസ്താവും ഗണപതിയും ആണ് ആരാധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ശ്രീകോവിലിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമുക്കൊരു കൽമണ്ഡപം കാണാം. അപ്പോൾ ഈ ഒരു ശ്രീകോവിലിൻ്റെ മുകളിൽ ഈ പാറയിൽ തന്നെ കൊത്തിയിട്ടുള്ളൊരു രൂപം നമുക്കവിടെ കാണാം. അതിനെയാണ് ഇന്നത്തെ കാലത്ത് ബ്രഹ്മാവായിട്ട് ആരാധിക്കപ്പെടുന്നത്. അതായത് ജൈനമതക്കാലത്തെ അത് മഹാവീരനായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ഗ്രില്ലിട്ട കോമ്പൗണ്ട് ഉണ്ട്. ആ ഒരു മതിൽക്കെട്ടിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അനുവദിക്കുന്നില്ല. നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തേതായിട്ടുള്ള രീതികളൊക്കെ ഉൾക്കൊണ്ട് അതിനെ നമ്മൾ മാനിക്കണമല്ലോ, വിശ്വാസങ്ങളെയും അവിടുത്തെ രീതികളെയൊക്കെ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് ആ ഒരു കല്ലിൽ കൊത്തിയ രൂപത്തിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും നെറ്റിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു ഇതായിട്ട് കണ്ടിട്ട് ആരാധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കൽമണ്ഡപത്തിൻ്റെ മുകളിലേക്ക് ചെറിയൊരു സ്റ്റെപ്പ് പോലുള്ളൊരു കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയൊരു ഭാഗമുണ്ട്. അതിൽ കൂടെ കയറി പോയിട്ടാണ് ഈ ഒരു ബ്രഹ്മാവിനെ ആരാധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ത്രിമൂർത്തികൾ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ 3 പേരുടെയും ആ ഒരു ആരാധന നടക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേകത ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. ഇത് കൂടാതെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപറ്റിയിട്ടുള്ള ആ ഒരു കല്ലുകളിലൊക്കെ നമുക്ക് വേറെയും പലതരത്തിലുള്ള രൂപങ്ങളൊക്കെ കൊത്തിവെച്ചത് കാണാം. ഞങ്ങൾ കുറേ നടന്നൊക്കെ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള രൂപങ്ങളും പിന്നെ സർപ്പക്കളത്തിനോട് സാമ്യമുള്ളൊരു കൊത്തുപണിക്ക് ആ ഭാഗത്തായിട്ടുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. എങ്ങനെയുണ്ടമ്മേ സ്ഥലം? അതാണ് ഈ അമ്പലം. അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് അങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ? അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ പിൻഭാഗത്തേക്ക് വന്നേക്കാണ്. ഇവിടെ താഴത്തോട്ട് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പുകൾ കാണാം. വേറൊരു ഭീമാകാരനായ പാറുണ്ട് ഇവിടെ. ചുറ്റും ഇങ്ങനെ ഒരു കാടിൻ്റെ അന്തരീക്ഷവും പിന്നെ ഇങ്ങോട്ടൊക്കെ പോകുന്ന വഴികളുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കുന്നില്ല. പൊക്കൂ, പാറ പൊക്കൂ, പൊക്കൂ. പോരാ, ശക്തിയില്ല. ഈ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു കൊത്തുപണി നോക്കുകയാണെങ്കിൽ തന്നെ, അതായത് അന്നത്തെ കാലത്തെ മഹാവീരൻ എന്ന് കരുതപ്പെടുന്ന ഒരു കൊത്തുപണി നോക്കുകയാണെങ്കിൽ തന്നെ നീണ്ട മൂക്കും നീണ്ട ചെവിയൊക്കെ ഉള്ള രൂപങ്ങളാണ് കൊത്തിവെച്ചിരുന്നത്. ഇത് തന്നെ ജൈനമതസ്ഥരുടെയാണ് ആ ഒരു കൊത്തുപണി എന്ന് അനുമാനിക്കാൻ ഒരു പ്രധാന കാരണമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അവരുടേതായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ചെവിയും മൂക്കൊക്കെ നീണ്ട രൂപങ്ങൾ അവരുടെ അല്ലെങ്കിൽ ആ ഒരു ജൈനമത വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം ഒരു കാലത്ത് ജൈനമതസ്ഥരുടെ ആയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഏതാണ്ട് 75 അടിയോളം നീളവും 45 അടിയോളം വീതിയുമുള്ള ഈ ഒരു വലിയ പാറ അടി തൊടാതെ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ശരിക്കും അത്ഭുതമാണ് കേട്ടോ. അപ്പം മുകളിലാണ് ക്ഷേത്രം. നമ്മളൊരു പടി താഴെ ഇറങ്ങി. ഇത് ആന പ്രദക്ഷിണം വെക്കുന്ന വഴിയാട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ പിടിയാനകളാണ്. ഇവിടെ കൊമ്പനാനകൾ ഇല്ല, പിടിയാനകളാണ് പതിവ്. അമ്മയ്ക്കൊരു കാര്യം അറിയോ? പണ്ട് ഇവിടേക്കൊരു കൊമ്പനാന വന്നു എന്നും ആ ആന കല്ലായി പോയി എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. ഇവിടെ അടുത്ത് ആനയുടെ ഷേപ്പിലൊരു കല്ലുണ്ട്. എവിടെയാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചത് തന്നെ. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. അതുപോലെ മണിക്കല്ലോ അങ്ങനെ എന്തോ സംഭവമുണ്ട്. തട്ടുമ്പോൾ മണിയുടെ ശബ്ദം പോലെ വരുന്നൊരു കല്ല് ഈ ഭാഗത്ത് എവിടെയുണ്ട്. അത് നമുക്ക് എവിടെയാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഇത് മരപ്പട്ടി എന്തോ കൊണ്ട് ചത്ത് കിടക്കുന്നുണ്ട് ഇവിടെ. എൻ്റെ വാല് കാണാനുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ പതിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് ദിവസം പഴക്കമുള്ള എന്താണെങ്കിലും. എങ്ങനെയുണ്ടമ്മേ അമ്പലം? നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ശാന്തി കിട്ടുന്ന ഒരു സ്ഥലം. എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതിയായിട്ട് ഇണങ്ങിക്കിടക്കുന്ന ഒരു അമ്പലം. അതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് തിരക്കില്ല, ഭയങ്കര സൈലൻസ്, സുന്ദരമായിട്ട് ഇങ്ങനെ. അപ്പം അതിൻ്റേതായൊരു പ്രത്യേക ഒരു എന്താ ഫീല് കിട്ടി. എങ്ങനെയുണ്ട് അച്ഛാ അമ്പലം? ഒരു പഴയ കാലത്തെ ഒരു അമ്പലം പോലെ. വന്നത് വെറുത്തായില്ലേ? നല്ലൊരു. ആ പാറ കണ്ടിട്ട് എന്ത് തോന്നി? നിലം തൊടാതെ നിൽക്കാൻ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയൊരു പ്രകൃതിയുടെ ഒരു അത്ഭുതം. പ്രതിഭാസം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാനിവിടെ ചുവടെ ചേർക്കാം.
ക്ഷേത്രത്തിൻ്റെ സമയക്രമങ്ങൾ എങ്ങനെയാണെന്ന് ഞാനിവിടെ ചുവടെ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. പെരുമ്പാവൂർ സൈഡിലൊക്കെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 1 മണിക്കൂർ മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ആ ഒരു കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പാവൂരിൻ്റെ അടുത്തുള്ള, ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഇരിങ്ങോൾക്കാവ് കാണാൻ പോകാനാണ്. ഇരിങ്ങോൾക്കാവ് നിങ്ങൾക്കറിയുണ്ടാവും, 50 ഏക്കർ വനത്തിന് നടുക്ക് നിൽക്കുന്ന ഒരു കാവ്. ഒരു അടിപൊളി ആംബിയൻസാവും എക്സ്പീരിയൻസാവും അവിടെ പോണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇരിങ്ങോൾക്കാവിലേക്കാണ് അടുത്തത് പോണത്. അപ്പോൾ ആ ഇരിങ്ങോൾക്കാവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അല്ല നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഹാൻഡിൽസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വായന താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഇരിങ്ങോൾക്കാവിൻ്റെ വീഡിയോ ഇട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.